എൻ്റെ അടുത്ത് ഒരു അമ്മ വന്നിരുന്നു. ഡിവോഴ്സിയാണ്. അത് അവരുടെ 14 വയസ്സുള്ള മകൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, മോള് നന്നായിട്ട് പഠിക്കും. മാത്സിൽ വരെ 98% മേടിച്ചാ പോലും ഈ കുട്ടിക്ക് അതില് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇവര് വഴക്കൊന്നും പറയുന്നില്ലെങ്കിൽ പോലും കുട്ടി അത് വീണ്ടും ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മാർക്ക് ഒരു തുള്ളി കുറഞ്ഞു പോകുമ്പോഴത്തെ, 1 മാർക്കോ 2 മാർക്കോ കുറഞ്ഞു പോകുമ്പോഴത്തേനും ഡെസ്പാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, ഈ കുട്ടി വിചാരിച്ചു വെച്ചേക്കണത് താൻ അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ തന്നെയും ഇതുപോലെ എല്ലാവരും ഉപേക്ഷിച്ച് പോകും എന്നൊരു ചിന്തയാണ് ആ കുട്ടിയിലുള്ളത്. സെപ്പറേറ്റഡ് ആണല്ലോ പാരൻസ്. അതുകൊണ്ട് ഈ കുട്ടികൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വളരെ നന്നായിട്ട് നിൽക്കുവാണെങ്കിൽ എൻ്റെ ഫാമിലി എപ്പോഴും ഒരുമിച്ചുണ്ടാകും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ കുടുംബ പ്രശ്നങ്ങളിൽ പെട്ടവരെ, വേർപിരിയലിലൊക്കെ പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുതിർന്നവരുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി ഒരിക്കലും നിങ്ങളല്ല. അത് ഫിക്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കല്ല ഉള്ളത്. നിങ്ങൾ കുട്ടികളാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റാം. നിങ്ങൾക്ക് റിയൽ ആയിട്ടിരിക്കാം. നിങ്ങൾ കുട്ടികളായിട്ടിരിക്കുക, മെസ്സി ആയിട്ടിരിക്കുക. കാരണം കുട്ടിക്കാലത്തെ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളായിട്ട് കുട്ടികളായിട്ട് ജീവിച്ചോളൂ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും പറ്റും.